ഹായ് ഫ്രണ്ട്സ് തോന്നിയിടത്ത് പോവാം സാർ. അങ്ങനെ ഇരുന്നു. എന്താ സാറിനോട് സാർ എന്താ വന്നു സാർ? സാർക്ക് എന്താ സംസാരിക്കണോ? ടീയോ കോഫിയോ? ഒന്നും വേണ്ടപ്പാ. എന്നോട് വീട്ടിലെല്ലാവരും സന്തോഷമായിട്ടുണ്ട് സാർ. നിങ്ങളെ കമ്പനി ജോലി ചെയ്തതുകൊണ്ട് സാർ സന്തോഷം. അതെ, പറയാൻ മറന്നുപോയി. ഹീറോയിൻ്റെ ഡാഡി ഹീറോയിൻ്റെ അച്ഛൻ്റെ കമ്പനിയാണ് ജോലി ചെയ്യുന്നത്. ഹീറോയിൻ്റെ അച്ഛൻ്റെ കമ്പനിയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ സാർ? എൻ്റെ മകനിക്ക് നിങ്ങളെ മോളെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കല്യാണം കാര്യം സാർ. അവളെ എനിക്ക് പ്രോബ്ലം ഇല്ല. ശരി, ഓക്കെ. അങ്ങനെ വീട്ടിലെല്ലാം സംസാരിക്കാൻ തുടങ്ങി. അത് അങ്ങനെ വീട്ടിൽ ആരും പറയാം. നാളെ നല്ല നല്ല ദിവസം കഴിഞ്ഞിട്ട് നാളെ പെണ്ണ് കാണാൻ വരാം എന്ന് പറഞ്ഞു. നാളെ നല്ല ദിവസമാണ് എന്ന് പറഞ്ഞു. ഹീറോയി പോയിട്ട് കറങ്ങി ഷോപ്പിംഗ് ചെയ്ത് വന്നു. എന്താ പറ്റിയമ്മ? എന്താ അമ്മ? അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഹീറോയി വന്ന് ചോദിച്ചു, എന്താ പറ്റിയമ്മ? ഒന്നുമില്ല, നിനക്ക് നാളെ പെണ്ണ് കാണാൻ വരാം. എന്ത് പെണ്ണ് കാണാൻ വരുന്നതാ? അതെ അതെ അതെ, നീ റെഡി ആയിക്കൊള്ളണം നാളെ, മനസ്സിലായോ? നാളെ എവിടേക്ക് പോകാൻ പാടില്ല അമ്മ. അത് മോൾക്ക് ഇഷ്ടപ്പെട്ട ആളാ. ആരമ്മ? അത് നിനക്ക് സർപ്രൈസാ അടി. റോസ് എന്താ പറ്റിടി? എന്നെ നാളെ പെണ്ണ് കാണാൻ വരാം. എന്താ പെണ്ണ് കാണാൻ വരുന്ന? ജോക്ക് പറയുന്നു. അതെടി, എന്തോ ഷോക്കായി. ഞാൻ വരാം നാളെ. അങ്ങനെ രാവിലെയായി. പ്രിയ അമ്മ, ഞാൻ കുറച്ച് ഉറങ്ങാം. പ്രിയ ഉണർ. ശരി, ഈ മമ്മി ഡ്രൈവിൽ റൊമാൻസ് ചെയ്യാൻ വിടില്ല. ശരി മാ, റെഡി ആയിട്ട് ഫ്രഷ് ആയിട്ട് വാ. ശരി. റോസ് എവിടെയടി മഴ മണ്ടി? എടി ഞാനിപ്പോൾ വന്നുടി. നിൻ്റെ വീട്ടിലെ ഗേറ്റിനിടാനുള്ളതാ. മച്ചി എന്തടി ഇത്ര കാറ് എല്ലാം ബ്ലാക്ക് കാറ്? എന്ത് ബ്ലാക്ക് കാറാ? അതെ ബ്ലാക്ക് കാറ്. ഞാൻ അകത്ത് വരാം. അങ്ങനെ റോസ് കട്ട് ചെയ്ത് അകത്ത് വന്നു. ഹായ് അങ്കിൾ, ആൻറ്റി. ഹായ് മോളെ. ആരാ ഇത് എന്ന് ജഹൂബ് മോം കേട്ടു. ഇതാ എൻ്റെ മോളെ ഫ്രണ്ടാണ്. ഹായ് അങ്കിൾ, ആൻറ്റി. കല്യാൺ ചെക്കൻ്റെ എവിടെയെന്ന് യഥാർത്ഥ നോക്കി. റോസൊക്കെ ഷോക്കായി. ഇവനാ അത്? റോസ് എന്താ അമ്മ? മോള് ഫ്രണ്ടിനെ വിളിച്ചോളൂ. ശരി അമ്മി, വിളിച്ചോണ്ടരാ. ഇടി ഇവളിവിടെ. റോസ് വന്നു. ഇവളെന്താ ഇങ്ങനെ പാവം? ഇവൾക്കൊരു ഷോക്ക് എടുക്കാം. റോസ് വന്നു. എടി മച്ചി, റെഡിയായോ? റെഡിയായി. ശരി, സാഡ് പെടണ്ടടി. നീനെന്താ ചെയ്യാം? ശരി, നീ സാഡ് പെടണ്ട. ഈ കല്യാണം ഇഷ്ടമല്ല പറയും. നീ ഒരാളെ ലവ് ചെയ്തത് കാര്യം പറയും. അങ്ങനെ റോസ് പറഞ്ഞു. താങ്ക്സ് മച്ചി. അങ്ങനെ വന്നു രണ്ടുപേരും. എന്താ ചെയ്യുന്നത്? വന്നു, താഴേക്ക് വാ. എനിക്ക് താഴേക്ക് വന്നു. എല്ലാവർക്കും ചായ കൊടുത്തു. എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനായിട്ട് ജഹൂബ് പറഞ്ഞു, എന്താ പെണ്ണ് നോക്കൂലേ? ഇതെന്താ വോയിസ്? എവിടെയോ കേട്ട വോയിസ് മാതിരിയുണ്ടല്ലോ. ഷോക്കായി. ആരാ വോയിസ്? അതേ വോയിസ് മാറിയുണ്ട്. അങ്ങനെ ഇതാത്ത നോക്കി മേലെ കാളും വീടൊക്കെ ഷോക്കായി പോയി. ഇവനാ മമ്മി? റോസ് ഡാൻസ് മുച്ചി മനസ്സോട് ഹാപ്പി ആയിരുന്നു. ഓക്കെ എന്നല്ലേ? പെണ്ണൊക്കെ ഓക്കെയാണോ? ജഹൂബ് ചോദിച്ചു. ഓക്കെയാണ്. ജഹൂബ് പറയാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ജഹൂബ് മോളെ പ്രിയ റൂം കൊണ്ടുപോയി. മാടി. ശരി മാടി. അതെ. അങ്ങനെ ഹായ് ജഹൂബ്. അറിയും നിങ്ങൾക്ക് മാരേജ് ഓക്കെ ആണോ ഇല്ല ഫോഴ്സ് മാരേജ് ആണോ? അതൊന്നുമില്ല, എനിക്കെന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് മാരേജ് പ്രപ്പോസ് ഞാനാണ് ചോദിച്ചത്. ഇതൊരു ഷോക്കായി പോയി. ജഹൂബ് സ്മൈൽ ചെയ്ത് തുടങ്ങി. എനിക്ക് നിനക്ക് ഓൾറെഡി ഓക്കെ ആണല്ലേ? അതെന്താ? എനിക്ക് തന്നെ കുറച്ച് നന്നായത്. അതെങ്ങനെ? ജഹൂബ് അടുത്തടുത്ത് വരാൻ ഇങ്ങനെ മതിൽ താണ്ടി രണ്ടോട് ജഹൂബ് പറയാം, നിന്നെ കുറച്ച് എനിക്ക് അറിയില്ല പോയോ? ജഹൂബ് പറയുന്നത് കേട്ട് ഷോക്കായി പ്രിയ. എന്താ അറിയും? നീ കുറേ നാളെ എൻ്റെ പുറകെ നടക്കുക. ഈ കാര്യം എനിക്ക് അറിയില്ല പോയോ? ഞാൻ എന്താ പോയോ? അത് അറിയുമ്പോൾ നീ എത്ര ദിവസം എന്നെ ഫോളോ ചെയ്യാം? കോളേജ് കട്ട് ചെയ്ത് എൻ്റെ പുറകിലല്ലേ നടക്കുക. അത് ഓക്കെ, നിനക്ക് പിടിച്ച എനിക്കറിയാം. ജഹൂബ് കിസ് അടിക്കാൻ തുടങ്ങി. കിസ് അടിക്കാൻ തുടങ്ങി. ഓക്കെ, നമുക്ക് മാരേജ് ഓക്കെയാണ്. നമുക്ക് മാരേജ് കൺഫേം ഓക്കെ അല്ലേ? ശരി, ബൈ. ജഹൂബ്
ബേബി ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഐ എം മാഫിയ കിങ്. ആക്ച്വലി എനിക്കറിയൂ ഞാനൊരു അണ്ടർഗ്രൗണ്ട് മാഫിയ. ജേഹു പറഞ്ഞു കേട്ടു. അത് കേട്ട് ഷോക്കായിപ്പോയി. അത് എനിക്കറിയൂ. ഇത് കേട്ട് ജേഹു ഷോക്ക്. എന്ത്, ഇത് നിനക്കറിയോ? അതെ എനിക്കറിയും. ഒരിക്കൽ ഫോളോ ചെയ്ത് വന്നായിരുന്നു. എന്താ പ്രപ്പോസ് ചെയ്യാന്ന് വന്നതാ. അപ്പോൾ നീ ഒരാളെ അതെ, ഞാൻ ബാഡ് മാഫിയ അല്ല, ഞാൻ ഗുഡ് മാഫിയ. ഞാൻ കേട്ട കാര്യമല്ല ചെയ്താ അതല്ലേ, ഞാൻ നല്ല കാര്യം ചെയ്യും. അണ്ടർഗ്രൗണ്ട് മാഫിയ ആർക്കും അറിയില്ല, സീക്രട്ട്. നല്ല കാര്യം ചെയ്യുന്നതല്ലേ. ഞാനും നോക്കിയായിരുന്നു. അതെ, ഫ്ലാഷ് ബാക്ക് ഓർക്കാണ്. ജെഹപ്പൊക്കെ മച്ചി റോസ് ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഇല്ല, കുറേ ഗേൾസാണ് സൈറ്റ് അടിക്കാം. അങ്ങനെ ജെഹു പ്രപ്പോസ് ചെയ്യാൻ വന്നായിരുന്നു. എന്താടാ നീ എന്താ ഒണിച്ചു നോക്കി ഷോക്കായി. ജെഹു പിടിച്ച് എന്താ റോസ് ഷോക്കായി. എന്താടാ ചെറിയ കുട്ടീനെ ചെറിയ കുട്ടീനെ എന്താ ഡാൻസ് ചെയ്ത്? സർ എന്നെ വിട്ടു സർ. എന്നാ മുളച്ചത് ഈ പ്രൊപ്പോസർ? എന്നെ കയറിയാൻ തുടങ്ങി. ഷോ അതെ, എന്നെ ഫോട്ടോസ് എടുത്തായിരുന്നു. അതെ, ഞാൻ കുളിക്കുമ്പോൾ വീഡിയോസ് എടുത്ത് വെച്ച് ഇത് പറഞ്ഞു. അങ്ങനെ ആ പ്രൊപ്പോസറിനെ അടിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ആ പ്രൊപ്പോസറിനെ നിറയെ പ്രശ്നം പ്രൊപ്പോസറിനെ കുറിച്ച് ജേഹബ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിറയെ കുട്ടികൾ സാക്ഷി വരുന്നത്. ഇവർ വിട്ടോ ശരിയല്ല. അങ്ങനെ ഇവൻ വലിയ ആളാണ്. അതുകൊണ്ട് മന്ത്രിൻ്റെ മകനാണ്. അതുകൊണ്ട് ജേഹബ് അറിയാതെ അവനെ കൊന്നു കളഞ്ഞു. ഇത് കണ്ട് ഷോക്കായി പോയി. അങ്ങനെ ജേഹോബിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. നല്ല കാര്യം ചെയ്യുമ്പോൾ ഐ എം ബാഡ് മാഫിയ, ഐ എം ഗുഡ് മാഫിയ. അതുമാത്രമല്ല കുട്ടി, നിങ്ങളെല്ലാവരും കേട്ടോ, ഓരോ ആപത്തോ എന്ത് പ്രശ്നമുണ്ടോ ഈ ചേട്ടനോട് പറയാം. ബായ് കുട്ടികളെ. എടാ ജാക്ക്, എന്താ മച്ചാ ഈ കുട്ടികളെല്ലാം കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് ബായ് കുട്ടികളെ, ബാ ഞാൻ നിങ്ങളെ കൊണ്ടാക്കാം. അങ്ങനെ ആ കുട്ടികളെ കൊണ്ടാക്കി സ്മൈൽ ചെയ്ത് പോയി. ഇത് കേട്ട് ഫ്ലാറ്റായി റോസിന് വേല വീണ് പോയി. എന്ത് മച്ചി, ഞാൻ ഫ്ലാറ്റായി മച്ചി, എന്തടി? അത് എനിക്ക് ഫസ്റ്റ് ക്രഷ് കൂടുതൽ ഉണ്ടാക്കി. ഇപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അയ്യോ, ഒരു മാഫിയ അടി മച്ചി. എനിക്ക്